മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. ആ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ അതിലുപരിയായിട്ട് ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇത് 160 രൂപയായിരുന്നെങ്കിൽ 500 രൂപ മറികടന്ന സാഹചര്യത്തിൽ ഇന്നിവിടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികളൊന്നും ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ച് കാണുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് രൂക്ഷമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിലവർദ്ധനവിനെതിരെ ഒരു പ്രതിഷേധക സൂചകമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 9 വർഷക്കാലം കൊണ്ട് ഈ കേരള ജനത ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലേക്ക് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റവും പണപ്പെരുപ്പവും നേരിട്ടുകൊണ്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലേക്കാണ് സ്ഥിതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ട പ്രതിപക്ഷമാകട്ടെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഭരണപക്ഷത്തോടൊപ്പം നിന്ന് എല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് യഥാർത്ഥ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. LDF സർക്കാർ അധികാരത്തിലേറുമ്പോഴുണ്ടായിരുന്ന കടത്തിന്റെ 3 ഇരട്ടിയായിട്ട് ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ദേശീയ തലത്തിലെ പണപ്പെരുപ്പം നോക്കുമ്പോൾ കഴിഞ്ഞ 6 വർഷത്തെ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ഏറ്റവും താഴ്ന്ന നിലയായിട്ടുള്ള 2.1% ദേശീയ ശരാശരി നിലനിൽക്കുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി കടത്തി വെട്ടിക്കൊണ്ട് 6.71% നമ്മുടെ സംസ്ഥാനം 1ാം സ്ഥാനത്തേക്ക് പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ മാസമല്ല, തുടർച്ചയായിട്ട് 6ാമത്തെ മാസം ഇതേ രീതിയിൽ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കേരളം പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ജനങ്ങളെ പൊറുതി മുട്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന സാഹചര്യം. ഈ പണപ്പെരുപ്പം നമ്മുടെ ദേശീയ ശരാശരിയായിട്ടുള്ള 6% എന്നത് മറികടന്ന ഒരേ ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളം മാറുകയാണ്. തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ തമിഴ്നാടായാലും കർണാടക ആയാലും 2.7%വും 2.5%ത്തിലും താഴ്ന്ന നിരക്ക് രേഖപ്പെടുത്തുമ്പോൾ ഈ സംസ്ഥാനത്ത് എത്രത്തോളം ഇറക്കുമതി വരുന്നുണ്ട്, അതെങ്ങനെ ജനങ്ങളെ വിപരീതമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ പണപ്പെരുപ്പം. കേരം തിങ്ങും കേരള നാട് എന്ന് നമ്മൾ സ്വയം വിശേഷിപ്പിക്കുന്നു. കൽപ്പവൃക്ഷങ്ങളുടെ നാട്, അതാണ് കേരളം. പക്ഷെ ഇവിടെ കറിക്ക് കൂട്ടാനുള്ള നാളികേരത്തിന് വരെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇന്ന്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. ആ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ അതിലുപരിയായിട്ട് ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇത് 160 രൂപയായിരുന്നെങ്കിൽ 500 രൂപ മറികടന്ന സാഹചര്യത്തിൽ ഇന്നിവിടെ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിനിധികളൊന്നും ഇതിനെതിരായിട്ട് പ്രതിഷേധിച്ച് കാണുന്നില്ല. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കേരളത്തിലെ അമ്മമാരുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മഹിളാ മോർച്ച രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ജീവിച്ചു പോകാൻ തന്നെ പറ്റാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. സൗമ്യ കൊലക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതീവ സുരക്ഷിതമാണ് സെൻട്രൽ ജയിൽ എന്നാണ് ഇതുവരെ പറഞ്ഞു വരുത്തിയിരുന്നത്. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിക്കടന്നത് അംഗപരിമിതിയുള്ള ഒരു വ്യക്തി, ഒരു കൈയില്ലാത്തൊരു വ്യക്തിക്ക് ചാടിക്കടക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ കേരളത്തിലെ സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിന് ആരുടെയൊക്കെ ഒത്താശ ലഭിച്ചു എന്നുള്ളത് തീർച്ചയാണ്. ഇത്ര കൊടും ക്രിമിനലായിട്ടുള്ള ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ കേരള സർക്കാർ നൽകുന്നത് എന്ന് കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. ഗോവിന്ദച്ചാമിയെ പിടികൂടിയത് ആ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരുടെ അതിതീക്ഷ്ണമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അവരുടെ CCTV മോണിറ്ററിംഗ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നമുക്കിടയിൽ സ്വൈരവിഹാരം നടത്തിക്കൊണ്ട് ഗോവിന്ദച്ചാമിയും ഉണ്ടാകുമായിരുന്നു. കാരണം ആ ജയിൽ ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുവാൻ ജയിലിനകത്ത് അദ്ദേഹത്തിന് അണികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു വിദ്യാലയത്തിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞു വിടുന്ന സമയത്ത് ഇന്നത്തെ പത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് KSEBയുടെ റിപ്പോർട്ട് മന്ത്രി തള്ളി എന്നുള്ളതാണ്.
മിഥുൻ എന്ന് പറഞ്ഞൊരു കുട്ടി മരണപ്പെടുമ്പോൾ കുളിച്ച് പുറപ്പെടുപ്പിച്ചു യൂണിഫോമും അണിയിച്ചുകൊണ്ട് ഒരു അമ്മ കുട്ടിയെ വിദ്യാലയത്തിലേക്ക് പറഞ്ഞുവിട്ട് ആ കുട്ടിയുടെ ചേതനയറ്റ ശരീരമാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തിയത്. ഇത്തരം ദാരുണമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ കേരളത്തിന്റെ ഭരണകൂടം LDF ഭരണകൂടം ഉത്തരേന്ത്യയിലേക്ക് മാത്രം കണ്ണു നട്ടുകൊണ്ട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് ന്യൂനതയാണ് ഉള്ളത് എന്ന ഗവേഷണം മാത്രം നടത്തിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ LDF ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തിന്റെ ഗതികേട് എന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു മാറ്റം വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലേക്ക് മഹിളാ മോർച്ച നേതൃത്വം നൽകുകയാണ്. ഇന്ന് പണപ്പെരുപ്പത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെങ്കിൽ, വിലക്കയറ്റത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടമെങ്കിൽ, അത് വിജയം കാണുന്നത് വരെ ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മഹിളാ മോർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയുള്ള ശരാശരി വീട്ടമ്മമാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന്റെ 50% വരുന്ന സ്ത്രീ സമുദായത്തിനു വേണ്ടി, ആ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമായിട്ടുള്ള മഹിളാ മോർച്ച തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റേണ്ടതുണ്ട്. അതിന് ഈ കേരളത്തിലെ സ്ത്രീകളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ള കഞ്ഞി വെച്ചുകൊണ്ടുള്ള സമരം, മുൻപ് നമ്മൾ പറയാറുണ്ട് കർക്കടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ് എന്നുള്ളത്. ആ പഞ്ഞമാസത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ വലിച്ചഴച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ. അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് കഞ്ഞി വെച്ചുകൊണ്ട് ഒരു സമരത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്.